അത്രയ്ക്ക് അയച്ചു കൊടുക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. എന്റെ കയ്യിലുള്ളത് ഞാൻ അയച്ചു കൊടുക്കും. പുള്ളി അന്ന് സഹായിച്ചതിന്റെ ഇരട്ടി ഇപ്പൊ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? കണക്കില്ലാതെ. ഉണ്ട്, അത്യാവശ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കണക്കൊക്കെ വെക്കണ്ടേ? ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ആയിട്ട് ഇപ്പൊ വന്നാ നീ എന്റെ കയ്യിൽ നിന്ന് ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും കണക്കുണ്ടല്ലോ നമ്മുടെ കയ്യിൽ. അയക്കണതിന്റെ പൈസന്റെ കണക്കുണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോ അവനിക്ക് എന്തെങ്കിലും ഒരു ഗോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് എന്തെങ്കിലും ഉണ്ട്, എല്ലാ കണക്കും എല്ലാം ഉണ്ട്. ഇപ്രാവശ്യം വന്നിട്ട് അവനിക്ക് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ചെയിനും കൊടുത്തിട്ടുണ്ട്, ഒരു റിംഗ് കൊടുത്തിട്ടുണ്ട്. ഗോൾഡ് മുസ്ലിം മതത്തില് സ്വർണം കൊടുത്തുവിടാന്നല്ലേ? പിന്നെ എന്തിനാണ് നമ്മളിപ്പോ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കാലോ. ഇപ്പൊ ആരെ മുസ്ലിങ്ങളെ ഇപ്പൊ ഗോൾഡ് ഇടാത്തത്, എല്ലാവരും ഗോൾഡ് ഇടുന്നത്. കൊടുക്കുന്നതിന് പകരം സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കലുണ്ട്, മക്കൾക്ക് വാങ്ങിക്കലുണ്ട്, മക്കളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കലുണ്ട്. അതിൽ നല്ല എന്തെങ്കിലും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എന്താ പറയുക, ഷാജിദ ഒരു കാലത്ത് എന്താ പറയുക സർജറിക്ക് പോലും പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിരുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അതിലൊരുപാട് വിഷമം തോന്നിച്ച ആ ഒരു വീഡിയോ ആയിരുന്നു. ഇപ്പോൾ അവിടെ പറയുന്ന ആ ഒരു വാക്കുകൾ കേട്ടോ. അപ്പോൾ ഈ ആളുകളെയൊക്കെ അന്ന് നീ പറ്റിക്കുമായിരുന്നു. എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കണം. അന്ന് നീ ഈ സർജറിക്ക് പോലും പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് നീ ആളുകളെയൊക്കെ മണ്ടന്മാരാക്കുമായിരുന്നു. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താ ചോദിച്ചാൽ ഇപ്പോൾ നീ പറയുന്നു ഇപ്പോൾ സ്വർണ്ണ മോതിരം വാങ്ങിച്ചു കൊടുത്തു, സ്വർണ്ണ മാല വാങ്ങിച്ചു കൊടുത്തു, അതുപോലെ അവൻ നേരത്തെ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു, കടം വീട്ടാൻ വേണ്ടി കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവൾക്ക് എന്തോ ഒരു അത്യാവശ്യം ഇത് വന്നപ്പോൾ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിൽ വന്ന ശേഷം അതിന് ഡബിൾ ഞാൻ കൊടുത്തു എന്ന് പറയണമെങ്കിൽ അപ്പോൾ അത്രയ്ക്ക് മാത്രം ഷാജിദ കോടീശ്വരിയായോ? അഹങ്കാരം കൊണ്ട് പറയുവാണോ അതോ അത്രയ്ക്ക് മാത്രം കോടീശ്വരിയായി? ആ മക്കൾക്ക് വേണ്ടിയിട്ട് കരഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എപ്പോഴും അങ്ങനെ കരഞ്ഞിരിക്കണമെന്നല്ല പറയുന്നത്. ഷാജിദ ഇത് ഓരോരുത്തരെ കൊണ്ടും പറയിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അന്ന് അപ്പം എന്തിനാണ് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ചെയ്തത്? പൈസയില്ല, എന്നെ എല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നീ എന്തിനാണ് ഇങ്ങനെ കള്ള വീഡിയോ ചെയ്തത്? അതാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഒരു അരപ്പവനെങ്കിലും കൊടുക്കുകയാണെങ്കിലും എത്ര പൈസ ആണ്? 1 ഗ്രാം സ്വർണ്ണത്തിന് തന്നെ എന്താ വില എന്നറിയോ? അപ്പോൾ 1 പവൻ അല്ലെങ്കിൽ അരപ്പവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത്രയും എമൗണ്ട് ആയിട്ടുണ്ടാവില്ലേ? അതുപോലെ ഒരു കാര്യം പറഞ്ഞിട്ടു, മുസ്ലിങ്ങളായിട്ടുള്ള ആണുങ്ങളെല്ലാവരും സ്വർണ്ണം ഇടുമെന്ന് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ആണുങ്ങൾ സ്വർണ്ണം ഇടാറില്ല. ഞങ്ങളുടെ ഇതിൽ ആണുങ്ങൾ സ്വർണ്ണം ഇടാറേ ഇല്ല. തീ കഷ്ണം ഇടുക എന്നാണ് അതിന് പറയാം. അപ്പോൾ അത് എന്ത് ഇതിലാണ് മുസ്ലിങ്ങൾ എല്ലാവരും ഇടും, ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ആയിട്ട് സ്വർണ്ണമൊക്കെ കൊടുക്കാറുണ്ടെന്ന് എന്ത് ലോജിക്കോട് കൂടിയാണ് ഷാജിദ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. അപ്പോൾ നീ ഇസ്ലാമല്ലേ? ഇസ്ലാമിൽ പറഞ്ഞ ആരും സ്വർണ്ണം മോതിരം ഇടില്ല എന്നാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നീ പഠിച്ച രീതി വേറെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടൊക്കെ സ്വർണ്ണം കൊടുക്കാറുണ്ട്. എന്തിനാ ഷാജിദ ഇങ്ങനെ പൊട്ട കള്ളങ്ങൾ വിളിച്ച് പറയുന്നത്? ഇങ്ങനെയും എന്തിനാണ് റീച്ചിന് വേണ്ടി ഇങ്ങനെയും ഇൻ്റർവ്യൂ കൊടുത്തിട്ട് എന്തിനാ വെറുതെ സ്വയം വില കളയുന്നത്? ആവുന്നതും നിൻ്റെ ഈ ഇൻ്റർവ്യൂ കൊടുക്കും തോറും നിന്റെ വില പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നീ വിചാരിക്കുന്നുണ്ടാവും ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്തോ ആകും, വലിയ ആളാവും. ഇപ്പൊ ഈ യൂട്യൂബ് വരുമാനം നോക്കിയിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല ഷാജിദ. യൂട്യൂബിൽ വരുമാനം ഇത്രയും എമൗണ്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അഹങ്കരിച്ചിട്ട് കാര്യമില്ല. യൂട്യൂബ് ഇപ്പോൾ ടിക്ടോക്ക് ഒക്കെ നിർത്തിയതുപോലെ യൂട്യൂബ് ഒരു സമയത്ത് നിർത്തിക്കഴിഞ്ഞ് തീരാവുന്നതേ ഉള്ളൂ. യൂട്യൂബാണ് എൻ്റെ ആശ്രയം എന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ചിട്ട് നാലാളുടെ മുമ്പിൽ ആളായിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ നിന്നെ സഹായിക്കുന്ന ആളുകൾ ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ സഹായിക്കാതിരുന്നാൽ തീർന്നില്ലേ? അപ്പോൾ നീ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ അഹങ്കരിക്കുന്നത്? ഈ യൂട്യൂബിൽ കുറച്ച് റീച്ച് കണ്ടിട്ടാണ് നീ ഇങ്ങനെ അഹങ്കരിക്കുന്നത്? ഒരു പെണ്ണിനും ചേർന്നതില്ല. യൂട്യൂബൊക്കെ വെറും ഒരു താൽക്കാലികം മാത്രം. അത് എപ്പോഴാണ് നിർത്തുക എന്താണെന്ന് ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ മുന്നിൽ കണ്ടിട്ട് വേണം നീ മുന്നോട്ട് പോവാൻ. എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അല്ലാതെ ഈ വെറുതെ ഇങ്ങനെ ബളബളാന്ന് വന്നിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് പല ഇതിലും ഇൻ്റർവ്യൂ കൊടുത്തിട്ട് വലിയ ആളാവുന്നുണ്ട്. നിന്നെ അവരെല്ലാം മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നീ കുറച്ചെങ്കിലും മനസ്സിലാക്കണം. അപ്പോൾ അവൾ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് കേട്ട് നോക്കൂ. അതാണ് ഞങ്ങൾ ഫസ്റ്റ് തന്നെ കല്യാണത്തിലേക്കൊന്നല്ല പോയത്. ഞാൻ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചൊരു വ്യക്തിയല്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഷൂട്ട് കഴിഞ്ഞ് വരികയാണെങ്കിലോ വൈകി വരികയാണെങ്കിലോ ഒക്കെ പറയുന്നത് വേറൊരു രീതിയിലാണ്. അവള് വേറെ കറങ്ങാൻ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ അവള് വേറെ രീതിയിലാണ്. നമുക്കൊരു കൂടെ ഒരു പാർട്ട്ണറായിട്ട് നമ്മുടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഷാജിദ പറയുന്നത് കല്യാണം കഴിക്കാതെ വിധവയായിട്ട് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ പരിപാടിക്കൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് അവൾ വേറെ രീതിക്കാണ് പോണത് എന്നൊക്കെ പറയണമെന്നാണ് പറയുന്നത്. അങ്ങനെ ആളുകൾ പറയുന്നവരുണ്ടാവും. എന്നാലും അതിന് വേണ്ടിയിട്ട് ഈ ചെറിയ ചെറുക്കനെ കല്യാണം കഴിച്ചിട്ട് ജീവിതം
അപ്പോൾ ഷാജിദ പറഞ്ഞു വരുന്നത് എന്താണ് ഇങ്ങനെയൊക്കെ എന്താ പറയുക, ഭർത്താവ് മരിച്ചത് കൊണ്ട് ഞാനിങ്ങനെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ആളുകൾ പല രീതിയിൽ പലതും പറഞ്ഞുണ്ടാക്കുന്നു. അപ്പോൾ ഈ 26 വയസ്സ് ആയ ചെറുക്കനെ കല്യാണം കഴിച്ച ഈ പറയുന്ന പേരുദോഷമൊക്കെ മാറുമെന്നാണ് ഷാജിദ പറയുന്നത്. അറിയാണ്ട് ചോദിക്കണം കേട്ടോ. അപ്പോൾ ഈ പേരുദോഷമൊക്കെ മാറും, നിൻ്റെ ഇപ്പോൾ കല്യാണം കഴിച്ചു ആരും അറിയാതെ രഹസ്യമായിട്ട് ഈ ഒരു കല്യാണം കഴിച്ചു, നിൻ്റെ ഈ പേരുദോഷങ്ങളൊക്കെ മാറിയോ, ഇപ്പോൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ മാറിയോ, അവരെ പേടിച്ചിട്ടാണല്ലോ ഇപ്പോൾ കല്യാണം കഴിച്ചത്, ആരും അറിയാതെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, ആ പേരുദോഷങ്ങളൊക്കെ മാറിയോ, ആ ഉമ്മാന് സങ്കടത്തെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ചു. നീ കല്യാണം കഴിച്ചതിന് കുറ്റമൊന്നും പറയുന്നില്ല. ആ ചെറുക്കൻ്റെ ഉമ്മ ഷറഫ് അലി എന്ന് പറയുന്ന ആ ചെറുക്കൻ്റെ ഉമ്മ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നൊന്ന് നീ ചിന്തിച്ചോ. അവർ പോറ്റി വളർത്തിയ മോനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്നത്. നീ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മക്കൾ ആരെ വലിച്ചിട്ട് വന്നാലും ഞാൻ അവരെ സ്വീകരിക്കും. നീ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു സമയത്ത് നിൻ്റെ ഒരു 15 വയസ്സാണ് ഇപ്പോൾ മോനൊരു 20-22 വയസ്സായി. അപ്പോൾ ഒരു 40-45 വയസ്സായ ഒരു ആളെ വിളിച്ചിട്ട് വന്ന് നീ സ്വീകരിക്കുന്നതാണോ ഷാജിദ പറയുന്നത്? അപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ മക്കളും ഭാവിയിൽ കേൾക്കുന്നുള്ളത് ചിന്തിക്കണം. മക്കൾ ഭാവിയിൽ ഇതൊക്കെ കേട്ടിട്ട് അവരെ ആരെങ്കിലും വിളിച്ചിട്ട് വന്ന് നീ ഇരു കൈയും നീട്ടി സ്വീകരിക്കുക എന്നാണ് ഷാജിദ പറയുന്നത്. അപ്പോൾ ആ മക്കൾ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്തും ഈ വാക്കുകൾ തന്നെ അപ്പോഴും നീ പറയണം, അപ്പോഴും ഇവിടെയൊക്കെ തന്നെ കാണണം. എനിക്കതാണ് പറയാനുള്ളത്. വെറുതെ എന്തെങ്കിലുമൊക്കെ റീച്ചിന് വേണ്ടിയിട്ട് വിളിച്ച് പറയുന്ന ഒരു പ്രവണതയുണ്ടല്ലോ ഷാജിദ, അത് നീ നിർത്തണം. നീ നിൻ്റെ സ്വയം വില കളഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ഇൻ്റർവ്യൂ ചെയ്യുന്തോറും യൂട്യൂബ് തുറന്നു കഴിഞ്ഞ് നിൻ്റെ വീഡിയോസുകൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ എന്താവും, റിയാക്ട് ചെയ്യുന്നവർ അതെടുത്ത് റിയാക്ട് ചെയ്ത് ഇരിക്കും. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ അതാണ് ചെയ്തത്. ഞാൻ നിർത്തി എന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാരണങ്ങൾ കൊണ്ടുവന്ന് മുന്നിലേക്ക് ഇട്ട് തരുകയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് നിവർത്തിയില്ലല്ലോ, നമുക്ക് ചെയ്യേണ്ടത് ചെയ്തല്ലേ പറ്റുള്ളൂ. എനിക്ക് അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങളത് കണ്ടില്ല, അത് ചെയ്യത്ത എന്ന് പറഞ്ഞിട്ട് പറയുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള വീഡിയോസുകൾ വീണ്ടും ചെയ്യുന്നത്. മനസ്സിലായി? എന്തിനാണ് ഷാജിദ വെറുതെ നിൻ്റെ സ്വയം വില കളഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? ആ മക്കൾക്ക് വേണ്ടിയെങ്കിലും ഇനി ഇതൊക്കെ നിർത്തിക്കൂടെ? ആ മക്കൾക്ക് വേണ്ടി, ശരി നീ കല്യാണം കഴിച്ചു, ഇനി ആ മക്കൾക്ക് വേണ്ടി ജീവിക്കുക. ഇങ്ങനെ കളിയാക്കുന്നവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. നീ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ശരി, ഇപ്പോൾ ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചു, ശരി പോട്ടെ, നീ അവനുമായിട്ട് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്ക്. അല്ലാതെ വെറുതെ ഇൻ്റർവ്യൂവിൽ മറ്റുള്ളവരെ വാരി തേച്ചിട്ടും അതുപോലെ നിൻ്റെ മറ്റേ മരിച്ചുപോയ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിട്ടും ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ആരെ ബോധിപ്പിക്കാനാണ്? വെറുതെ എന്തിനങ്ങനെ സ്വയം വില കളഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ശരിയാണെന്നൊന്ന് കുറച്ച് ലോജിക്കോട് കൂടി ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇപ്പോൾ ഓരോ ഇൻ്റർവ്യൂ എടുത്ത് നോക്കുന്ന സമയത്ത് അവർ നിൻ്റെ ഉള്ളെടുക്ക് നിന്നെ കുത്തി ചോദിക്കുന്നത് നിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അതിന് നീ എന്തിനാ ഒരു ബലിയാടായിട്ട് നിന്ന് കൊടുക്കുന്നത്? ഇത് നീ വിചാരിക്കുന്നുണ്ട് ഇത് വലിയ എന്തോ സംഭവമാണെന്നൊക്കെ, റീച്ചിന് വേണ്ടിയിട്ട് വലിയ സംഭവമാണെന്നൊക്കെ. ഇത് വെറും പൊള്ളയായിട്ടുള്ളൊരിതാണ്. അല്ലാതെ ഇതുകൊണ്ട് നിനക്ക് യാതൊരു നേട്ടം ഉണ്ടാവില്ല. ഈ യൂട്യൂബിലെ വീഡിയോസ് എന്ന് പറയുന്നത് നീ ഇട്ട വീഡിയോകൾ നീ ഡിലീറ്റ് ചെയ്താൽ പോവും. പക്ഷേ മറ്റുള്ളവർ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് അവർ ഡിലീറ്റ് ചെയ്താലേ പോവുള്ളൂ, അല്ലാതെ പോവില്ല. അവരുടെ അടുത്ത് പിന്നെ അപേക്ഷിക്കേണ്ട ഒരു സമയം വരും, ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നീ ഇതൊക്കെ ഇവിടം കൊണ്ട് നിർത്തുന്നതായിരിക്കും നിനക്ക് നല്ലത് ഷാജിദ. അപ്പോൾ ഷാജിദ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ കേട്ടിട്ട് വരെ ഒന്ന് കേട്ട് നോക്കൂ. മാരേജ് കഴിച്ചാൽ എൻ്റെ കൂടെ ഉണ്ടാവും. മാരേജ് ഇപ്പൊ അവനിക്ക് അവന്റെ വീട്ടുകാരെ സമ്മതിച്ചിട്ട് അവരുടെ വീട്ടുകാരുടെ ഒരു നിർബന്ധത്തിൽ അവൻ വേറെ അവന്റെ വീട്ടുകാരുടെ ഇതിന് വേണ്ടിയിട്ട് അവൻ കല്യാണം കഴിക്കണേ തന്നെ അവൻ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതൊരു അവിഹിതാവില്ലേ? അവിഹിതം പറഞ്ഞ എന്നെ ഫസ്റ്റ് കല്യാണം കഴിച്ചിട്ടാണല്ലോ അടുത്ത് കല്യാണം കഴിക്കുന്നത്. അങ്ങനെയല്ല, ഞങ്ങളുടെ സമുദായത്തില് 4 പോറ്റാൻ കഴിവുണ്ടെങ്കിൽ 4 ആളിനെ കല്യാണം കഴിക്കാന്നുള്ള ഒരു നിബന്ധന ഉണ്ട്. അപ്പൊ അവൻ എന്നെ ഇപ്പൊ ബഷീർ ഇല്ലേ 2 ആളിനെ പോറ്റി 2 ആളിനെ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ 3 ദിവസം അവളെ കല്യാണം കഴിച്ചിട്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പൊ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ അവൻ വേറെ കല്യാണം കഴിക്കുന്നു. പക്ഷെ ആ രണ്ടാമത് വരുന്ന ഭാര്യക്ക് കുഴപ്പമുണ്ടെങ്കിലോ അതെനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. അവൻ കല്യാണം കഴിക്കില്ല എന്നാണ് എനിക്ക് 100% ഉറപ്പ്. 26 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ അവൻ ആ ആങ്കർ ചോദിച്ചത് ആളുകൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് പുള്ളിക്കാർ ചോദിക്കുന്നത്. അവർ ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ പുള്ളിക്കാരൻ വേറെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നുണ്ട് സമ്മതിക്കുന്നു. പിന്നെ രണ്ടാമത് അവർ ചിലപ്പോൾ തന്നെ അടുത്ത് വരാൻ സമ്മതിച്ചില്ലെങ്കിലോ ചോദിച്ചാൽ അത് നിയമപരമായിട്ട് മുന്നോട്ട് പോകും, എന്നിട്ട് ഞാൻ ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അന്തസ്സോട് കൂടിയിട്ടാണ് അവൾ പറയുന്നത്. എന്ത് ഇതാണ് ഷാജിദ നിനക്ക് അങ്ങനെയൊക്കെ പറയാനുള്ളത്? അവനെ കല്യാണം കഴിക്കാൻ
സമ്മതിക്കുന്നത്. ബഷീർ പിന്നെ ആ ഒരു ഇന്റർവ്യൂ ഞാനത് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ബഷീർ ജീവിക്കുന്നില്ലേ, അത് മൂത്ത ഭാര്യയുടെ സമ്മതപ്രകാരമാണ് രണ്ടാമത് അയാൾ കല്യാണം കഴിച്ചത്. അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. ഇപ്പോൾ ഈ നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആള് വേറൊരു കല്യാണം കഴിച്ച് ആ പെണ്ണിനും കൂടെ സമ്മതം വേണ്ട നീയുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചൊക്കെ ലോജിക്കോട് കൂടി ചിന്തിക്കണം. എന്താ പറയുക, ഇതൊക്കെ കേട്ടിട്ട് ചിരിയാ വരുന്നത്. സ്വയം എന്താണ് സ്വന്തമായിട്ട് തന്നെ അവനവൻ്റെ വില കളഞ്ഞുകൊണ്ടേയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാടകം കളിക്കുന്ന മനസ്സിലാവുന്നില്ല. അവൻ കല്യാണം കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ, എന്താണ് എൻ്റെ അടുത്ത് വല്ലപ്പോഴൊക്കെ വന്നാൽ മതി, അങ്ങനെയുള്ള രീതിയിലുള്ളൊക്കെ എന്ത് ജീവിതമാണ് ഇത്? ആരെയാണ് ഇവള് ഇതാക്കി വെച്ചിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. ആരെയാണ് ബഷീനെ ആണോ ഇവള് റോൾ മോഡലായിട്ട് വെച്ചിരിക്കുന്നത് ഇതാവാണ്. അവർ റോൾ മോഡലായിട്ട് വെക്കേണ്ട യാതൊരു അവർ രണ്ടുപേരും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നല്ല രീതിയിലേക്കാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഭർത്താവ് കല്യാണം കഴിക്കുന്ന ഭാര്യ നിന്നെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവ ഉപേക്ഷിക്കും. അപ്പോൾ നീ ഇതേപോലെ അപ്പോൾ പറയുന്നത് നിയമപരമായിട്ട് മുന്നോട്ട് പോകും. എന്തൊരു ഗട്ട്സോട് കൂടിയിട്ടാണ് പറയുന്നത്. ഇത്രയും ജീവിതത്തിൽ പഠിച്ചിട്ടും വീണ്ടും ഇതായിക്കൊണ്ടിരിക്കുകയാണല്ലോ, ചെറുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാൻ വേണ്ടിയിട്ട് സ്വയം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത്രയ്ക്കും വിവരമില്ലാത്തൊരു ഇതായി പോയല്ലോ. ഇത്രയും യൂട്യൂബിൽ വന്നിട്ട് ഇത്രയും ആളുകളെ പരിചയപ്പെട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കാണാൻ ഇതായിട്ടും ഇങ്ങനെയെല്ലാം എന്തെല്ലാം ലോകത്ത് കാണുന്നുണ്ട്, എന്നിട്ടും പഠിക്കാതെ ഈ 5 മക്കളുടെ ഉമ്മയായ നീ എന്നിട്ടും ഇത്രയെല്ലാം കണ്ടിട്ടും പഠിക്കാതെ വീണ്ടും ചതിക്കുഴിയിൽ പോയി വീണിട്ട് എന്തൊക്കെയോ പറയാൻ കിട്ടാത്ത വാക്കുകൾ എന്തൊക്കെയോ ന്യായീകരിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കി എന്തൊക്കെയോ വിളിച്ച് പറയുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഇന്റർവ്യൂവിൽ എന്താ പറയുക, നിക്കക്കണ്ണിയില്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാമെന്ന് പറയില്ല, ആ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ത് തന്നെയാണെങ്കിലും ഇത് എവിടം കൊണ്ട് അവസാനിക്കുന്നുള്ളത് പടച്ച റബ്ബിന് മാത്രം അറിയാം, അവൾക്കും അറിയാം. എന്തായാലും ഇത് ഇതിപ്പോൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. സീരിയൽ പോലെ ഈ ഒരു ഷാജിദയുടെ സ്റ്റോറി തുടർന്നുകൊണ്ടേയിരിക്കും. പല ഇൻ്റർവ്യൂകൾ എടുക്കും, അതുപോലെ റിയാക്ട് ചെയ്യും. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. മരണം വരെ ഇതൊരു സ്റ്റോറി തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനൊരു അവസാനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്നെ കളിയാക്കിയവർക്കൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ ഇവളുടെ ഇത് കണ്ടപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്തതിന്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇവളുടെ ഒരു ഇത് ഇപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നല്ല ജീവിതമായിട്ട് ആ പൊന്നു മക്കളെ നന്നായിട്ട് നോക്കാൻ കഴിയട്ടെ എന്ന് തന്നെ ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.